ഗായ്സ് എന്തൊക്കെയുണ്ട്? വെൽക്കം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടല്ലോ, അതിൻ്റെ ബാക്കിയാണ്. അതായത് നമ്മൾ ഇന്നൊരു ട്രീ ഹൗസ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. ഐ ആം സോ എക്സൈറ്റഡ്. വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളും എടുത്തിട്ട് നമ്മൾ നമ്മുടെ സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മൾ പണിയാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു 10 ബ്ലോക്ക് ഹൈറ്റ് പില്ലർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഒറിജിനൽ വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം. അപ്പോൾ നിങ്ങൾക്ക് വേണം എന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. ഇത് എൻ്റെ വീഡിയോ അല്ല. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഓക്കും അതുപോലെ തന്നെ സ്പ്രൂസിൻ്റെ വുഡൊക്കെ എടുത്തതിന് ശേഷം ഇതേപോലെ പില്ലർ സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ 10 ബ്ലോക്ക്, അതായത് 4 ബ്ലോക്ക് ഓക്ക്, 3 ബ്ലോക്ക് സ്പ്രൂസ്, പിന്നെ 3 ബ്ലോക്ക് ഓക്ക്, അങ്ങനെയാണ് വെക്കുന്നത്. അത് ആ യൂട്യൂബിൽ ഞാൻ കണ്ട പോലെ തന്നെയാണ് ചെയ്യുന്നത്. ദെൻ നമുക്ക് ആ ഒരു നടുക്കൊരു സ്പേസ് കിട്ടും. ആ സ്പേസിലായിട്ട് നമ്മൾ ലാഡറാണ് വെക്കുന്നത്. അപ്പോൾ ഇതേപോലെ മുകളിൽ വരെ നമ്മൾ ലാഡർ വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് താഴോട്ടൊക്കെ ഇറങ്ങാനൊക്കെ പറ്റും. ഓക്കെ, ഇനി ഒരു ഡോർ എടുത്തതിന് ശേഷം ഇതുപോലെ വെക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ആദ്യം ഇങ്ങനെയാണ് വെച്ചത്. പക്ഷേ ഇങ്ങനെയല്ല ശരിക്കും വെക്കേണ്ടത്. ഇതിന് ഫ്രണ്ടിലോട്ട് ആക്കിയിട്ടാണ് വെക്കേണ്ടത്. ഞാൻ ലാസ്റ്റ് സെറ്റാക്കും. പിന്നെ ഇതേപോലെ കുറച്ച് ഡെക്കറേഷനും പിന്നെ അങ്ങനെ ഇങ്ങനെ ചെതിരി കിടക്കുന്ന പോലെ കുറേ വുഡൊക്കെ എടുത്ത് വെക്കുക. 1, 2, 3 അങ്ങനെ ഹൈറ്റിലായിട്ടൊക്കെ ഇതേപോലെ കുറച്ച് റാൻഡമായിട്ട് നമ്മൾ വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഡീറ്റെയിലിംഗ് പോലെ ഉണ്ടാവും. ആ ഒരു രീതി നമ്മൾ വെച്ച് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ മരത്തിൻ്റെ താഴെ കൂടെ വേരുകൾ പടർന്നു പോയ ആ ഒരു ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നമ്മൾ മേലോട്ട് കയറുക. മേലോട്ട് കയറിയിട്ട് ശേഷം നമ്മൾ സ്പ്രൂസിൻ്റെ സ്ലാബ് എടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലൊരു പ്ലാറ്റ്ഫോം ഇതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യുക. നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മുടെ ആ ഒരു വീടിൻ്റെ പോലത്തെ ഒരു സംഭവം ഹൗസ് സെറ്റ് ആവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മുകളിലൊരു പ്ലാറ്റ്ഫോം സ്ലാബ് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ഡീറ്റെയിലിങ്ങിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഈ ഒരു ഡോറിൻ്റെ മുകളിലായിട്ട് 2 സ്റ്റെയർസ് ഇതേപോലെ കമത്തി വെക്കുക. എന്നിട്ട് ഇതൊരു ചുറ്റിച്ച് ഒരു വാതിൽ പോലത്തെ ഒരു സംഭവം സെറ്റാക്കി എടുക്കണം. ഇത് ചെയ്യാൻ കുറേ ടൈം എടുത്തു. ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഈ ഒരു സാധനം സെറ്റാക്കിയത്. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ, ഇത് നമുക്കിന്ന് പോണ്ടേ. ഞാൻ എങ്ങനെയൊക്കെയോ ഇതൊക്കെ ഫുൾ സെറ്റാക്കി. ഇവിടെ കുറേ സ്ലാബും ഫെൻസും അതും ഇതൊക്കെ വെച്ച് കുറേ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ശരിക്കും നമ്മുടെ ആ ഒരു ട്രീ ഹൗസിൻ്റെ ലുക്ക് അടിപൊളി ആയ പോലെ ആയിട്ടുണ്ടായിരുന്നു. കുറേ ടൈം എടുത്തുവെങ്കിലും നമ്മൾ ഇതുപോലെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതുപോലെ ഏകദേശം ലുക്കൊക്കെ ഉള്ള പോലെ ആക്കി ഒരു എസ്തറ്റിക് വിൻറ്റേജ് ലുക്കൊക്കെ ആക്കി എടുത്തു. ഇനി ഞാൻ ഈ മരത്തെ ഫുള്ളൊരു പച്ച വള്ളി ചുറ്റി വെക്കാൻ പോകണം. ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഗൈസ് കണ്ടോ, എൻ്റെ കഴിവ് നിങ്ങൾ സമ്മതിച്ചേ പറ്റുള്ളൂ ഗൈസ്. കാരണം ഒരു ഷേഡർ പോലും ഇടാതെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ഈ ബിൽഡ് ചെയ്തു ഗൈസ്. ഓക്കെ, ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ കുറേ പച്ച വള്ളി ഇതുപോലെ ചുറ്റിച്ച് വെച്ചു. ഓക്കെ, ദെൻ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുകളിലത്തെ പ്ലാറ്റ്ഫോമാണ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പം ഇത് ഞാനൊരു 10-15 വട്ടം മാക്സിമം ചെയ്തു. ആദ്യം ഒരു 5-6 വട്ടമൊക്കെ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തു. പിന്നെ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ റെക്കോർഡൊന്നും ചെയ്തില്ല. പ്ലസ് എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ മറന്നു വരെ പോയി. അപ്പം അങ്ങനെ ഇത് റെക്കോർഡ് ചെയ്തില്ല. അതുകൊണ്ടാണ് ഇത്രയും ചെയ്തിട്ട് വിട്ടുപോയത്. അപ്പം എനിക്കൊരു വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ആ കാര്യത്തിലൊന്നും ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ എന്തായാലും ഞാൻ ഇതുപോലെ ചെയ്തതിന് ശേഷം ഇത് ഫുള്ള് ഫില്ല് ചെയ്ത് ഇവിടെ അത്യാവശ്യം ഒരു സെറ്റാക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിനി ബാക്കി പണിയും കൂടി ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ബിൽഡ് നോക്കുമ്പോൾ ഇതുപോലെയാണുള്ളത്. ഞാൻ ആ ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തു. പിന്നെ കുറച്ച് ചെയിനിലേക്ക് കുറേ ലാൻഡേണൊക്കെ തൂക്കിയിട്ട് അങ്ങനെ അത് സെറ്റാക്കി കേട്ടോ. ഞാൻ ഈ സ്പീഡിൽ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് അങ്ങ് പോവുകയാണ് ഗൈസ്. അതാണ് എനിക്ക് സംസാരിക്കുമ്പോൾ ഒന്നും കിട്ടാത്തതൊക്കെ. സാരമില്ല. ഇനി നമുക്ക് ഇതുപോലെ കുറച്ച് പില്ലർ 3 ബ്ലോക്ക് ഹൈയിൽ ഓക്കും സ്പ്രൂസൊക്കെ വെച്ചിട്ട് ഇതേപോലെ വുഡ് വെച്ചായിട്ട് നമ്മൾ കുറേ വട്ടത്തിൽ പോലെ തന്നെ പില്ലർ സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. അങ്ങനെ എന്നിട്ട് വേണം ഗ്ലാസ് വെക്കാൻ. ഗ്ലാസും വെച്ചിട്ട് നമുക്ക് ബാക്കി സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്തായാലും. അപ്പോൾ നമ്മൾ ആദ്യം ഒരു
കംപ്ലീറ്റ് ആയിട്ടുള്ള വുഡ് വെച്ച് ഫുൾ പില്ലർ സെറ്റാക്കി കൊടുക്കുവാണ്. ആൻഡ് ഗ്ലാസ് വെക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇതുപോലെ ഫുള്ള് ഗ്ലാസ്സൊക്കെ വെച്ചു. എടുക്കാത്തതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു, ഒരുപാട് വട്ടം ചെയ്തിട്ടാണ് ഇതിങ്ങനെ സെറ്റായത്. അപ്പോൾ അതുകൊണ്ടാണ് ഗ്ലാസ്സൊക്കെ വെക്കുന്ന വീഡിയോ എടുത്തിരുന്നു, പക്ഷേ അതൊന്നും പെർഫെക്റ്റ് അല്ല, അത് വേറെ രീതിയിലാണ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ബാക്കി ഇപ്പം നമ്മൾ ലീഫ് വെക്കുവാണ്. ലീഫ് മീൻസ് മണ്ടേനെ മേൽക്കൂര പോലെ നമ്മൾ മേൽക്കൂരയ്ക്ക് പകരം ലീഫ് വെച്ച് ഒരു മരം പോലെ സെറ്റ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫുൾ കംപ്ലീറ്റ് വട്ടത്തിൽ നമ്മൾ ഈ ഒരു ലീഫ് എടുത്തിട്ട് മണ്ട ഫുൾ അടയ്ക്കുക. എന്നിട്ട് ഒരു ബ്ലോക്ക് വിട്ടിട്ട് ഇങ്ങനെ നമ്മൾ ഈ മേൽക്കൂര പോലെ തന്നെ ഒരു വട്ടം പോലെ ഒരു എന്താ പറയുക, ഹാഫ് സർക്കിൾ ഉണ്ടല്ലോ, അതുപോലെ പ്രൊട്ടാക്ടറൊക്കെ പോലെ ആ ഒരു ഹാഫ് സർക്കിൾ അങ്ങനെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം. ഞാൻ കാണിച്ച് തരാം എന്തായാലും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുൾ കംപ്ലീറ്റ് ചുറ്റിച്ച് വെക്കുവാണ്. ഞാൻ ഈ ഒരു ഫസ്റ്റ് ലെയർ വെക്കുന്ന വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഇപ്പോൾ നോക്ക് ഗൈസ്, നമ്മൾ ആ ഒരു മണ്ട ഫുള്ള് സെറ്റാക്കി ആ ഒരു മേൽക്കൂര കംപ്ലീറ്റ് ഒരു പൊതിഞ്ഞ് വെച്ചു, അങ്ങനെ നമുക്ക് പറയാം. അങ്ങനെ നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്തെടുത്തായിരുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കുറേ തൂങ്ങി കിടക്കണം ഗൈസ്, എന്നാലാണ് ശരിക്കും ഒരു എസ്തറ്റിക് ഫീൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണാൻ പോകുന്ന ഇതാണ് ഗൈസ്. എന്ത് രസമാണ് നമുക്ക് ശരിക്കും എസ്തറ്റിക്. ഇപ്പോൾ ഇതിൽ ഞാനൊരു എന്താ നമ്മുടെ ഒരു ഫിൽറ്റർ അല്ലല്ലോ, എന്തായിരുന്നു ഷേഡറും കൂടി ഇട്ടാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഗൈസ്. സാധനം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഇവിടെ താമസമാക്കാൻ എനിക്ക് പ്ലാൻ ഉണ്ടോയെന്നൊന്നും എന്നോട് ചോദിക്കരുത്. പിന്നെ ഷേഡർ ഇടാത്തതിൻ്റെ റീസൺ ഫോൺ കത്തിപ്പോവും. സോ അതുകൊണ്ടാണ് നമുക്ക് സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എന്തായാലും നമ്മുടെ ബിൽഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മേളിൽ മീൻസ് നമ്മുടെ അകത്ത് കയറി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ശരിക്കും ഒരു തണുപ്പ് ഫീലുണ്ട്. ആൻഡ് ഇങ്ങനെ നല്ല രസമുണ്ട് ഗൈസ്, ശരിക്കും നല്ല രസമുണ്ട്. ഇതിലേക്കൂടെ നമുക്ക് വെളിയിലൊക്കെ കാണാൻ പറ്റും. ആൻഡ് ഈ ലീഫിനകത്തുനിന്ന് ഇങ്ങനെ ഓരോ ഇലകളൊക്കെ ഇങ്ങനെ ഇതുപോലെ പൊഴിഞ്ഞു വീഴും. അത് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലാണ്. ഇനി നമുക്കിതിൽ ഫർണിച്ചറൊക്കെ കൊണ്ടുവെക്കണം. ഞാൻ ഇത് നമ്മുടെ വീടാക്കുന്നില്ല കേട്ടോ, ജസ്റ്റ് ഒരു സംഭവമൊക്കെ ഗസ്റ്റ് ഹൗസൊക്കെ പോലെ, പിന്നെ ചില്ല് ചെയ്യാനുള്ളൊരു സ്ഥലം, അത്രേ ഉള്ളൂ. അപ്പോൾ അത് നമുക്കിനി എന്ത് ചെയ്യാം, നേരത്തെ സാധനങ്ങളൊക്കെ വെക്കണം. പിന്നെ ഇവിടെ വെളിയിലൊക്കെ ഡീറ്റെയിലൊക്കെ ചെയ്യണം കേട്ടോ. എന്തായാലും എനിക്കൊന്നും പറയാനില്ല, അടിപൊളി കേട്ടോ, അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എഫേർട്ട് ഇട്ടതിന് 100% റിസൾട്ട് കിട്ടിയെന്ന് തന്നെ പറയാം കേട്ടോ. എന്ന് വെച്ചാൽ അത്രയും അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സീനാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.